ശ്രീ ജയപ്രകാശ്, നേരത്തെ നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കളിതിൽ പൂർണ്ണമായ ഒരു നീതി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാനത് വിശ്വസിച്ചിരുന്നു പൂർണ്ണമായിട്ടും നീതി കിട്ടുമെന്ന്. കാരണം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇവരുടെ നടക്കുന്ന കളി, ഇവർ ചതിക്കുഴിയിലും കുറച്ചറിയാമായിരുന്നു. പക്ഷേ തുടക്കത്തിൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി. ഈ അന്വേഷണം പകുതി വരെ എത്തിയപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കുറ്റം പറയുന്നതല്ല, അവർക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയുന്നില്ല, ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല രീതിയിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായി, അത് അവിടെ വെച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയാം. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ എൻ്റെ മകനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് കൊട്ടിത്തൂക്കിയ ആ സിൻജോയ് ഉൾപ്പെടെ അവരെ കൊണ്ടുപോയിട്ടുള്ള അവർ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ എങ്ങനെയാണ് പോകുന്നത്. പിക്നിക്കിന് കൊണ്ടുപോകുന്നത് പോലെയാണ് അവർ കളിച്ച് ചിരിച്ച് കൊണ്ടുപോകുന്നത്. അതിൽ വെച്ച് തന്നെ മനസ്സിലാവും അവർ ബാക്കിൽ എന്തുമാത്രം സപ്പോർട്ടുണ്ട്, എത്ര ബാക്ക് സപ്പോർട്ടുണ്ട് ഈ രാഷ്ട്രീയ നിലപാടിൽ. അവർക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ആണല്ലോ ഇപ്പോൾ പിക്നിക്കിന് കൊണ്ടുപോകുമ്പോഴൊക്കെ കൊണ്ടുപോയത്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റൂമെങ്കിലും സീൽ ചെയ്ത് വയ്ക്കുക. ഞാൻ പല പ്രാവശ്യം അവർ ചോദിച്ചു, എന്ത് ഈ റൂം സീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ അവർ പറയുന്നത് പൂട്ടി താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ആരാ? കോളേജിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ആ കോളേജിൽ അവിടെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ റൂമിൽ, കൊലപാതകം നടന്ന റൂമിൽ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പൂർണ്ണമായിട്ട് എനിക്ക് നീതി ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലായി. അതുപോലെ CBI അന്വേഷണം അദ്ദേഹം പറഞ്ഞു ചെന്ന ഉടനെ സമ്മതിച്ചു. അതായത് എനിക്ക് തന്ന ഔദാര്യമൊന്നും അല്ലല്ലോ, എനിക്ക് പട്ടയം തരുമ്പോൾ തന്ന കാര്യമൊന്നുമില്ല. ഇത്രയും നല്ല കൊലപാതകം നടന്നിട്ട് ഈ CBI അന്വേഷണം നടത്തിയെന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അപ്പോൾ തന്നത്. ഇല്ലെങ്കിൽ എല്ലാവരെയും വാ അടപ്പിക്കണം വളരെ അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ വാ അടപ്പിക്കണം, കേരള ജനതയുടെ വാ അടപ്പിക്കണം, ഈ അച്ഛനമ്മമാരുടെ എല്ലാവരെയും വാ അടപ്പിക്കണം. CBI അന്വേഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ വോട്ട് ചോദിച്ച് ഓരോ വീട്ടിൽ പോകുമ്പോൾ അവർ കസേരയ്ക്ക് പകരം ഇഴിക്കാൻ കസേരയ്ക്ക് പകരം അവർ കൊടുക്കുന്നത് കുറ്റിച്ചൂലായിരിക്കും എടുക്കുന്നത്. ഇറങ്ങിപ്പോടാന്ന് പറയും. അത് ഈ വീട്ടിലുള്ള അത് ഓരോ അച്ഛനമ്മമാരും. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഞാൻ അതിൻ്റെ സത്യം പറയുക. അതുകൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ച് സമ്മതിച്ച് കൊടുക്കുക, സമ്മതിച്ച് കൊടുത്തിട്ട് അതിനെ അട്ടിമറിക്കുക. പക്ഷേ ആ ഒരു കളി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞു, പൊളിറ്റിക്സ് പഠിക്കാത്ത ഒരു മണ്ടനായിപ്പോയി ഞാൻ. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചിരുന്നു. അപ്പോൾ അന്വേഷണം തരാമല്ലോ, എല്ലാവരും വാ അടച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അതിനുശേഷം ചെയ്ത് കണ്ടില്ലയോ? ഈ ഇപ്പോൾ ഇവിടെ അയക്കേണ്ട സാധനം ഡൽഹിയിൽ അയക്കേണ്ട സാധനം കൊച്ചിയിൽ അയച്ചത് അവർ കളിക്കുക. അവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഫുട്ബോൾ കളിക്കുമ്പോൾ വോളിബോൾ കളിക്കുമ്പോൾ തട്ടിക്കളിച്ച് അവർ രസിക്കുക. ഈ നിസ്സാര കാര്യമാണോ CBI അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രേഖാമൂലമുള്ള കാര്യം എവിടെ പോകണം, എവിടെ അയക്കണം, അത് അറിഞ്ഞുകൂടാത്ത കാര്യമാണോ? അവർക്ക് അത്രയ്ക്ക് ഡിലേ ചെയ്യണം. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവ് നശിപ്പിക്കുകയാണെങ്കിൽ 100-200 കുട്ടികളെ കണ്ടുപിടിക്കണം. 100-200 കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെടുത്തിട്ടുള്ള ക്യാമറകൾ, അവരെടുത്തിട്ടുള്ള വീഡിയോകൾ, ഈ ഫോറൻസിക് ആദ്യമേ അവർ തെളിവ് നശിപ്പിച്ചു കളഞ്ഞു. അത് ആ നാരായണൻ നശിപ്പിച്ച് കളഞ്ഞു ആദ്യമേ. അയാളൊരു ഡോക്ടറിനറിയാം ഒരു ഫോറൻസിക് തെളിവ് എങ്ങനെ നശിപ്പിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ മനുഷ്യനല്ല, ഒരു ഡോക്ടറാണ്, മൃഗ ഡോക്ടറാണെങ്കിലും ഒരു ഡോക്ടറാണ്. അതുപോലെ സയൻറ്റിഫിക് തെളിവ് നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാം. അതെല്ലാം അത് ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റൽ തെളിവ് നശിപ്പിക്കണമെങ്കിൽ ടൈം വേണം. 100-200 കുട്ടികളെ ഫോൺ പരിശോധിക്കണം. ഫോൺ പരിശോധിച്ച് അവരെ ക്യാൻവാസ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പർച്ചേസ് ചെയ്യണം, ഈ ആൾക്കാരെ എല്ലാവരെയും. അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് ഈ ഒരു അന്വേഷണം തരാം എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും അടങ്ങുമല്ലോ, പേപ്പർ പോയിട്ടുണ്ട്, CBIക്ക് പോയിട്ടുണ്ട്, ഞാനും ഒരു 5 ദിവസം ചുമ്മാ ആയിരിക്കും. അത് എവിടെ പോയത്? പിന്നെ തിരക്കുക, എവിടെയാണ് പേപ്പർ പോയത്? പേപ്പർ പോയത് കൊച്ചിയിൽ പോയിട്ടുണ്ട്. കൊച്ചിയിൽ തിരക്കുമ്പോഴാണ് ശരിയാ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, അവരുടെ തെറ്റല്ലല്ലോ, അവിടെ പേപ്പർ വന്നിട്ടുണ്ട്. പോവേണ്ട സ്ഥലത്ത് പോകണം, അറിഞ്ഞുകൂടാത്തുണ്ടല്ല. അവസാനം ബലിയാടാക്കിയ 3 പേരെ ബലിയാടാക്കുക. ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി മുതൽ തിരിച്ചു വരണം. എന്തുകൊണ്ട് അവിടെ ചോദിച്ചിട്ടില്ല? അവിടെയല്ലേ ചോദിക്കേണ്ടത്, അദ്ദേഹമല്ലേ തിരക്കേണ്ടത്. ഇത്രയും സെൻസേഷനായ പേപ്പർ എൻ്റെ ടേബിളിൽ ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല, തിരിച്ചെത്തിയില്ല. അയക്കേണ്ട പേപ്പർ അതെന്തുകൊണ്ട് എത്തിയില്ല? അവിടെ വകുപ്പ് മന്ത്രി ചോദിക്കണം, ഈ പേപ്പർ അയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ചെറിയ ഒരു പട്ടിയെ തല്ലിക്കൊള്ളുന്ന കേസല്ലല്ലോ, അല്ലെങ്കിൽ ഒരു മോഷണ കേസല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസല്ലല്ലോ. വകുപ്പ് മന്ത്രി ചോദിക്കണം ഈ കേസ് എവിടെ? അതാണ് ചോദ്യം. താങ്കളിലേക്ക് എത്താം. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ സംസ്ഥാനമൊട്ടാകെ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നീതി ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഒരു സംഭവമാണ്. വല്ലാതെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതാണ്. വളരെ മിടുക്കനായി പഠിച്ച് നാളെ വലിയ രീതിയിൽ എത്തേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത്. എന്നിട്ടാണ് നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ CBIക്ക് വിട്ടില്ലേ എന്ന് ചോദിച്ചാൽ CBIക്ക് വിട്ടു, അന്വേഷണം നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, പ്രതികളെ പിടിച്ചില്ലേ, ഇതാ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിലുള്ള ചില അലംഭാവങ്ങളുണ്ട്. അതാണ്
നമ്മളോട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ വേദനകളും ആവലാതികളുമാണ് പങ്കുവയ്ക്കുന്നത്. ഇതിൽ തെളിവ് നഷ്ടപ്പെട്ടിരിക്കാം. കൃത്യമായ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പോലീസ് രേഖകൾ CBIക്ക് കൈമാറുന്നു എന്നുള്ളത് വസ്തു തന്നെ. പക്ഷേ ആ രേഖകളിൽ എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. രോഹിണി, ഞാനിന്നിവിടെ ഇരിക്കണേന്നറിയാമോ? ഞാൻ ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തായിരിക്കുന്നത്. ഞാനിവിടെ ചിറ്റൂർ പ്രദേശത്ത് വരാൻ കാരണം ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ TN സരസുവിൻ്റെ പ്രചരണാർത്ഥം വന്നതാണ്. ആരാണ് ഈ ഡോക്ടർ TN സരസു? നമുക്ക് ആ ചരിത്രം എടുക്കാം. ഈ SFI സതീഷ് വസന്ത് എന്ന് പറയപ്പെടുന്ന SFIനെ വളരെ ഭംഗിയായ റാഗിങ്ങും ഭംഗിയല്ലാത്ത റാഗിങ്ങൊക്കെ വേർതിരിച്ച് ഒരു അച്ഛൻ്റെ രോധനത്തെ പുച്ഛിച്ച് കാണിച്ച വ്യക്തി കേൾക്കണം. ഡോക്ടർ TN സരസു എന്ന് പറയപ്പെടുന്ന ഒരു അധ്യാപിക ഉണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, റിട്ടയർഡ് പ്രിൻസിപ്പൾ. അങ്ങ് വിക്ടോറിയ കോളേജിൽ 22-26 വർഷത്തോളം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച അധ്യാപിക റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുഴിമാടം തീർത്തിട്ട് അതിൻ്റെ മുകളിൽ റീത്ത് വെച്ചിട്ട് ആ അധ്യാപകർക്ക് ഇവർ യാത്രയപ്പ് നൽകി. ആരാന്നറിയാമോ? SFI എന്നാണ് ആ സംഘടനയുടെ പേര്. ആ രാഷ്ട്രീയമാണോ നിങ്ങൾ പറയുന്നത്? പോട്ട് ഈ RSM കോളേജിൽ എന്തിനാ SFI തല്ലുണ്ടാക്കിയെന്നറിയാമോ? ഒരു പയ്യൻ തൊട്ട് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ ബ്ലഡ് ഒന്ന് കൊടുക്കാൻ ചോദിച്ചപ്പോൾ അവൻ്റെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് അതിനെ തല്ലുഒതുക്കിയത് എന്തിനാണെന്നറിയാമോ? ആ രാഷ്ട്രീയ സംഘടനയുടെ പേരെന്തറിയാമോ? SFI. എത്രയെത്ര കൊലപാതകങ്ങളുടെ പുറകിൽ SFI ഉണ്ടെന്നറിയാമോ? എത്രയെത്ര രാഷ്ട്രീയ വഞ്ചനയുടെ പുറകിൽ SFI ഉണ്ടെന്നറിയാമോ? എത്രയെത്ര യൂണിവേഴ്സിറ്റി മാർക്ക് തിരുത്തലിൻ്റെ പുറകിൽ SFI ഉണ്ടെന്നറിയാമോ? എത്രയെത്ര ക്രൂരതകൾക്ക് പുറകിൽ SFI ഉണ്ടെന്നറിയാമോ? ഇവരെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ നടത്തിയത് സതീഷ് വസന്തയെ റാഗിംഗ് അല്ല, അതൊരു വിചാരണ കൊലപാതകമായിരുന്നു. ഒരു ഹോസ്റ്റൽ വിചാരണയായിരുന്നു അത്. ഒരു ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ട് അതിനകത്ത് സുഖം കണ്ടെത്തിയ ഒരു SFI എന്ന് പറയപ്പെടുന്ന കാട്ടാളക്കൂട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. ഇങ്ങനൊരു പ്രവൃത്തി നടന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇമ്മീഡിയറ്റായിട്ട് തീരുമാനമെടുക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന നാടിനകത്ത് പോലീസ് എന്ന് പറയപ്പെടുന്ന സംവിധാനമാണ്. ആ പോലീസിനെ ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത്. ആ വിജയൻ ആരാണ്? വാടിക്കൽ രാമകൃഷ്ണനെ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതി. അപ്പോൾ പിന്നെ ചരിത്രം ഗംഭീരമാകുന്നില്ലേ? അപ്പോൾ ആ രാഷ്ട്രീയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ പോലീസ് എന്തുകൊണ്ട് കൃത്യമായ സമയത്ത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല? രണ്ട്, ഡീൻ എന്ന് പറയപ്പെടുന്നവൻ, ആ വൃത്തിഹീനനായിട്ടുള്ള നാരായണൻ, അവൻ എന്തിനാണ് ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത്? അത്രയെങ്കിലും ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സഹോദരനോട് ഞാൻ ചെയ്യുന്ന നീതികേടായിരിക്കും. രോഹിണി, ക്ഷമിക്കണം. ആ നാരായണൻ എന്ന് പറയപ്പെടുന്നവൻ കാണിച്ച രാഷ്ട്രീയം എന്തായിരുന്നു? ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടുത്ത് പോയി ഓച്ചാനിച്ച് നിന്ന് ഇനിയും ഒരു പുതിയ സംവിധാനത്തിലേക്ക് തന്നെ നിയോഗിക്കുമെന്നുള്ളതിൻ്റെ ആഗ്രഹമായിരുന്നോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്തിനു വേണ്ടിയായിരുന്നു? അത് നമുക്ക് സംശയമില്ലേ. 3, വിദ്യാർത്ഥികളുടെ വായടപ്പിക്കാൻ നടത്തിയിട്ട ശ്രമം. 4, SFI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി മനസ്സിലാക്കിയ സമയത്ത് നേതാക്കന്മാർ തലങ്ങും വിലങ്ങും മോടി സംരക്ഷിച്ച ശൈലി. 5, ഒളിപ്പിക്കുന്നതിൽ കൂട്ടുനിന്ന നേതാക്കന്മാർ. 6, ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം എന്ന രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് എതിരെ നടത്തിയിട്ടുള്ളവരുടെ സമരങ്ങൾ. ഇതൊക്കെ പിന്നെ ഇവർക്ക് തന്നെ എതിരാകുമെന്ന് കണ്ടപ്പോഴാണ് ഇവർ പിന്തിരിഞ്ഞതും ഇവർ രാഷ്ട്രീയ കൊലപാതകമല്ല, റാഗിംഗ് അല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. രോഹിണി, കൃത്യമാണ് കാര്യങ്ങൾ. കേരളത്തിൽ ഈ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നിൽക്കുകയാണ് സാധാരണക്കാരായ കുട്ടികൾ. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത് വിദ്യാർത്ഥികളെന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല. ഇവർ രക്തദാഹികളായിട്ടുള്ള കൊലപാതക കൂട്ടങ്ങളാണ്. അവർ ഒരു സ്കൂളിനകത്തേക്ക് അങ്ങനെ തള്ളി വിടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നശിപ്പിച്ചു വരിക. യുവത്വത്തെ ടാർഗറ്റ് ചെയ്യാണ് അവർ.
അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാത്തവരെ തല്ലിക്കൊല്ലണമെങ്കിൽ തല്ലിക്കൊല്ലുക, വെട്ടിക്കൊല്ലണമെങ്കിൽ വെട്ടിക്കൊല്ലുക, ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിക്കുക, പീഡിപ്പിക്കണമെങ്കിൽ പീഡിപ്പിക്കുക. അങ്ങനെ അതിൻ്റെ ഒരു സമൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പോരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരവധാനി വിരിച്ച് അവർക്ക് സംരക്ഷണ വലയം ഒരുക്കും. ഈ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ഒരു വിപ്ലവ നായകനാണ്. സ്വന്തം മകൻ നഷ്ടപ്പെട്ടപ്പോഴും അച്ഛനെന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛൻ എന്താ പറയണമെന്നറിയാമോ? അച്ഛൻ ഫൈറ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? അച്ഛൻ്റെ മകൻ തിരിച്ചു വരില്ലെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. എങ്കിലും നാളെ ഈ ഗതി ഒരച്ഛനും വരരുതോ എന്നുള്ള ആ വ്യക്തിയുടെ വലിയ വിശാലമായ കാഴ്ചപ്പാട്, വിശാലമായ മനസ്സിനും ഉടമയായതുകൊണ്ടാണ് അദ്ദേഹം ഈ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദുഃഖം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. നാളെ BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് വരെ മുദ്രകുത്തപ്പെടും. അദ്ദേഹം ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് നാളെ ഒരു അച്ഛൻ ഇനി കരയാതിരിക്കാനാണ്. ഈ സതീഷ് വസന്തിനെ പോലെയുള്ള ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ സംരക്ഷണ വലയം ഒതുക്കി തീർത്ത് വെള്ളവും വെളിച്ചവും കൊടുക്കുന്നത്. അതെന്താ അറിയോ? സ്വന്തം കുടുംബത്ത് മക്കൾ സേഫാണ്, അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ കമ്മ്യൂണിസ്റ്റുകാരും ആവില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ SFI പ്രവർത്തകരും ആവില്ല, അവിടെയുള്ളടത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവില്ല. അപ്പം അവരെയൊക്കെ വീടിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഒതുക്കി പിടിച്ചിരുന്നിട്ട് നാട്ടുകാർ കുട്ടികളെ തല്ലിക്കൊല്ലുമ്പോൾ അതൊരു സ്മൂത്ത് റാഗിംഗ് ആയിട്ട് കാണാനുള്ള താങ്കളുടെ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് സമൂഹം കാണുന്നുണ്ട്, ഈ നാട് കാണുന്നുണ്ട്. അത് മാത്രം സതീഷെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഭാഷ ഇത്രയും മാന്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനു മേലെ എങ്ങനെയാണ് ഈ സതീഷിനോട് സംസാരിക്കുക? ശ്രീ സതീഷ് വസന്ത്, ഇതൊക്കെ കേരളത്തിൽ മറുപടി പറയേണ്ടി വരും രോഹിണി. കേരള സമൂഹത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടും SFIക്കാരെ കൊണ്ടും. അതെ ശ്രീ സതീഷ് വസന്ത്, ഇവിടെ താങ്കൾ പറഞ്ഞു റാഗിങ്ങിന്റെ പുറത്ത് നടന്ന ഒരു വാക്ക് തർക്കം, അതിൽ നിന്നുണ്ടായ ഒരു മരണം, അത് കൊലപാതകമാണോ എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കൊടിയ പീഡനം അനുഭവിച്ചു തന്നെയാണ് ആ വിദ്യാർത്ഥി മരണത്തിലേക്ക് നടന്നത്. അതിനുശേഷം CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. വലിയ ഒരു ഇടവേള, കാലയളവ് തന്നെ മനഃപൂർവ്വമായി വരുത്തി തീർക്കുന്നു. തുടർന്ന് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് പേപ്പറുകൾ എത്തേണ്ടടുത്ത് എത്താൻ തുടങ്ങിയിരിക്കുന്നത്. അതിനു മുൻപ് കൊച്ചി CBI ഓഫീസിലാണല്ലോ 17 ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കുടുംബത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം പേപ്പറുകൾ അയക്കുന്നത്. അവിടെ ആഭ്യന്തര വകുപ്പിന് എന്തേ അറിയില്ലായിരുന്നോ ഇത് കൊച്ചി ഓഫീസിലേക്കല്ല പോകേണ്ടതെന്നുള്ളത്? ആ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെ താങ്കൾ എങ്ങനെ കാണുന്നു? നേരത്തെ പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയല്ലോ. പക്ഷേ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന, അവർക്ക് കൃത്യമായി അവരുടെ അന്വേഷണ പരിധി അറിയാം, അവരുടെ പ്രവർത്തന രീതി അറിയാം. ആഭ്യന്തര മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി. ഒരു പേപ്പർ, CBI അന്വേഷണത്തിന്റെ പേപ്പർ എവിടേക്കാണ് അറ്റ്ലീസ്റ്റ് അയക്കേണ്ടത് എന്നുപോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? ആ ഒരു വീഴ്ചയെ താങ്കൾ എങ്ങനെ കാണുന്നു? നോക്കൂ, ഈ വീഴ്ച സംഭവിച്ചുകൊണ്ട് മാത്രമല്ലേ ആ 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്ക് രോഹിണി. അവർ ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരാണ്. സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആഭ്യന്തര സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് അവരല്ലേ ഈ ഇത് പോസ്റ്റ് ചെയ്യുന്നത്, ആഭ്യന്തര സെക്രട്ടറി അല്ലല്ലോ രോഹിണി ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ജനം TV ഇരിക്കുന്നത്, ജനം TVയിലെ ഒരു മേലുദ്യോഗസ്ഥൻ അറിയോ ഇവിടെ എന്തെല്ലാം നടക്കണം? അറിയാൻ പറ്റുമോ? അറിയാം. എങ്ങനെ അറിയാം? ഇവിടെ ഏത് വാർത്ത എപ്പോൾ വിടണം, ഏതൊക്കെ രീതിയിലുള്ള വാർത്തകളാണെന്നുള്ളത് വാർത്തയുടെ ഹെഡ് എന്നുള്ള രീതിയിൽ ചീഫ് എഡിറ്റർ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. നമ്മൾ വേറെ രീതിയിലുള്ള ഡിബേറ്റിലല്ല ഇപ്പൊ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു സമാധാനത്തിന് ആ ഒരു ഇതില് ഒന്ന് കാര്യം എന്താ വെച്ചാൽ സതീഷ് വസന്തന്റെ സൂത്രമാണ് കേട്ടോ ആ ചോദ്യം. അല്ല, ഞാനിത് സൂത്രമൊന്നുമല്ല, എൻ്റെ വക്കീലെ ഞാൻ സൂത്രമൊന്നുമല്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുമല്ല, ഒരു 2 മക്കളുള്ള ഒരു പിതാവ് തന്നെ ഞാനും. അപ്പം നിങ്ങൾ അതങ്ങനല്ല, ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പിതാവ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഷകളിലെല്ലാം വളരെ മിതമായിട്ടാണ്. ഞാൻ ഒരു കാര്യം അല്ല ഞാൻ വയ്ക്കില്ല, ഞാൻ ഒരു കാര്യം പറയുന്നത്. ഞാൻ ശ്രീ ജയപ്രകാശിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയുന്നത്, ഒരു കാരണവശാലും അങ്ങയുടെ മകൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളുകളെ ഒരാളിനെ പോലും ഈ സർക്കാർ സംരക്ഷിക്കില്ല. ഇത് വാക്കാണ്. ഇത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതിയിലുള്ള ഒരു വാക്കൊന്നുമല്ല. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിന് ആഭ്യന്തര വകുപ്പ് അതിൻ്റേതായ 3 ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ആഭ്യന്തര വകുപ്പ് ശ്രീ വക്കീൽ പറഞ്ഞല്ലേ, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലല്ലേ CBI തന്നെ ഇരിക്കുന്നത്, അവരല്ലേ അന്വേഷിക്കേണ്ടത്. അവരന്വേഷിക്കുന്നത് കറക്റ്റായിട്ട് അന്വേഷിക്കുമല്ലോ. ഈ പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ 100% അങ്ങനെ ഈ മരണത്തിന് ഉത്തരവാദിയായ ഒരാളെയും
CPM LDF സംരക്ഷിക്കില്ല. അല്ല, അങ്ങനെ ഒഴുകിപ്പോകല്ലേ. അല്ല, ഞാൻ സതീഷ് അങ്ങനെ ഒഴുകി പറഞ്ഞു പോകല്ലേ. ഈ പോലീസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ പറയാൻ നോക്ക്, ആ വിശ്വാസം അദ്ദേഹത്തിന്റെ കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യമില്ലേ? അച്ഛനോട് ചോദിക്കുക സതീഷേ. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിനുള്ള വിശ്വാസം തന്നെ കൊടുക്കുന്നത് ഈ സർക്കാർ കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നത്. ആ ഈ ഡിബേറ്റിൽ വെച്ച് ഞാൻ പറയുന്നത് ഈ ഡിബേറ്റിൽ വെച്ച് നിങ്ങൾ പരിശോധിക്കാനേ. ഇനി നമുക്ക് അങ്ങനെയുള്ള ഡിബേറ്റ് പിന്നെ നേരത്തെ പറഞ്ഞല്ലേ നല്ല റാഗിങ്ങിന് സാറേ, നല്ല റാഗിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചില്ല. നമ്മളൊരു ജൂനിയർ ആയിട്ടുള്ള ഞാൻ പഠിച്ചത്, ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ച SMS സ്കൂളിലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു മിനിറ്റ്. കാരണം ഇത് ഒരു റാഗിങ്ങിന്റെ പുറത്തുണ്ടായതെന്ന് നമുക്ക് ന്യായീകരിക്കാനേ സാധിക്കില്ല. ഈ മരണത്തെ നമുക്ക് ഏത് തരത്തിലുള്ള റാഗിങ് എന്ന് പറഞ്ഞ് ഇവിടെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. അതിക്രൂരമായ പീഡനം തന്നെയാണ്. മറ്റൊരു വിശേഷണങ്ങളും ഇതിന് ബാധകമല്ല. മറ്റൊരു വിശേഷണങ്ങളും ഇതിന് ബാധകമല്ല. രോഹിണി, ഞാനൊരു കാര്യം പറ്റി, നമ്മളൊരു റാഗിങ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആ രീതിയിലല്ല. ഇതിൻ്റെ കാര്യമല്ലോ. കുട്ടികൾ വരും, നമ്മൾ വരുമ്പോഴത്തേക്കും ജൂനിയറായിട്ട് സീനിയറായിട്ട് നിങ്ങളൊരു പാട്ട് പാടിയിട്ട് ഇവിടെ ഒന്ന് പോയാൽ മതി, അതൊരു റാഗിങ് ആണ്. നമ്മളപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടെങ്കിൽ പറയും ആ പൈസ ഇങ്ങനെ, ആ പൈസ എടുത്തിട്ട് നാളെ കാലത്ത് വരുമ്പോൾ കാപ്പിടിക്കുകയാണെങ്കിൽ ഇതൊരു റാഗിങ് ആണ്. ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നല്ല റാഗിങ്ങും അഴുക്ക റാഗിങ്ങും നല്ല ഞാൻ പറയുന്നത്. ഔചിത്യമില്ലായ്മയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം തങ്ങളുടെ കുടുംബത്തിന്റെ ആവലാതിയാണ് പറയുന്നത്. ഇന്ന് സിദ്ധാർത്ഥ് മരിച്ച് 41 ദിവസത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങേയറ്റം ദുഃഖാർത്തനായാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അവർ ഇനി അടുത്ത നടപടികളിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് അവർ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അങ്ങേയറ്റം മനോധൈര്യത്തോടുകൂടി ആ കുടുംബം പോകുന്നത് കൊണ്ടാണ് ഈ കേസിലേക്ക് എത്തുന്നത്. പയ്യനെ 8 മാസം പീഡിപ്പിച്ച് തല്ലിക്കൊന്നിട്ട് അത് പാട്ട് പാടാൻ പോലെയാണത്ര, റാഗിങ് പോലെയാണത്രേ. കഷ്ടം. എത്താം. ശ്രീ MK ഹരിദാസ്, ഈ മരണത്തിന്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു പല ഇടപെടലുകളും തുടർന്നുണ്ടായത്. ഏറ്റവും ഒടുവിലായി കുടുംബം ആരോപിക്കുന്നുണ്ട്, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തങ്ങൾ ഉദ്ദേശിച്ച നീതി കിട്ടിയില്ല. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നാണ് തങ്ങളുടെ ആവലാതി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും പ്രാവർത്തികമായില്ല എന്ന് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. കെവിൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്നതിൻ്റെ പേരിൽ പെൺകുട്ടിയുടെ ആങ്ങളമാരെ തട്ടിക്കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്നു. അന്നും ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിൽ നിന്ന് ആ കെവിന് നീതി ലഭിച്ചില്ല. കാരണം തട്ടിക്കൊണ്ടുപോയപ്പോൾ തന്നെ ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ. പോലീസുകാർ പറഞ്ഞത് എന്താണെന്ന് രോഹിണിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി കോട്ടയത്തുണ്ട്, അദ്ദേഹത്തിനെ നോക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതിലിടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. SI പിന്നെ സസ്പെൻഡ് ചെയ്തു, സത്യം വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെ. അതുപോലെ 3 സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ CBIക്ക് കൃത്യമായിട്ട് കൈമാറേണ്ട ഒരു രേഖ കൈമാറാത്ത വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കോ ആവില്ല. ഇത് റാഗിങ് കൊലപാതകമല്ല. ഭരണം നടത്തുന്നത് ഞങ്ങളുടെ മാതൃപാർട്ടിയുടെ നേതാക്കളും മാതൃപാർട്ടിയുമാണ് എന്നുള്ള അഹങ്കാരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്തിട്ടുള്ള ക്രൂരമായ കൊലപാതകമാണ്. അതിനെ റാഗിങ് എന്നുള്ള പദത്തിൽ വിശേഷിപ്പിക്കാനേ പറ്റില്ല. ലിഖിത നിയമം നിലവിലുള്ള ഒരു സ്ഥലത്ത് അലിഖിത നിയമത്തിൻ്റെ ഒരു നടപ്പ് അവിടെ നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഈ ഡീൻ എന്ന് പറയുന്ന മനുഷ്യവേഷം കെട്ടിയ അയാളെയാണ് സത്യത്തിൽ നരാധമൻ എന്ന് വിളിക്കേണ്ടത്. അയാളെപ്പോലുള്ള ഒരാളെ അവിടുത്തെ ഡീനാക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ഈ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ഈ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് പറയണം ഞാനിതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എനിക്കും മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്കും സഹോദരിമാരുണ്ട്. ഇന്ന് കുഴഞ്ഞു വേണം ആ സ്ത്രീയിലെ ഇവിടുത്തെ ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആ വ്യക്തി മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. ഇന്ന് ആ 41 എന്നുള്ള ചടങ്ങിന് കുഴഞ്ഞു വീണിട്ടുള്ള ആ സ്ത്രീയിലെ അമ്മയെ കാണണം, സഹോദരിയെ കാണണം, അതുപോലെ തന്നെ എന്ത് കാണണമെന്നറിയോ? അവരെ വേദനിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം തകർത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥികളുടെ ക്രൂരതയാണ് അവരെ കുഴഞ്ഞു വീഴ്ത്തിയതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വേണം. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇടതുപക്ഷ പ്രതിനിധി, ഈ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം എന്താണ് സാർ? ഈ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരെയും കലാകാരികളെയും കോളേജ് തലത്തിൽ വാർത്തെടുക്കാനുള്ള ഒരു കലോത്സവം അലങ്കോലമാക്കിയത് ആരാണ് സാർ? അതിനെ തുടർന്ന് ഒരു അധ്യാപകൻ ക്രൂരമായ മർദ്ദനമേറ്റ് മരിച്ചപ്പോൾ ആരുടെ പേരാണ് സാർ പുറത്തേക്ക് വന്നിരിക്കുന്നത്?
ഇവിടെ ഇടുക്കിയിൽ ശ്രീ MM മണി ഒരു കോളേജ് അധ്യാപിക, ഒരു കോളേജ് പ്രിൻസിപ്പലിനെ വിശേഷിപ്പിച്ച വാക്ക് രോഹിണിയാണ് ഈ ചർച്ച നയിക്കുന്നത് എന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് വിദ്യാർത്ഥി നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ ഇരുന്ന് അവർ സംസാരിച്ചു എന്നുള്ളൊരു കുറ്റം കൊണ്ട് എന്തായിരുന്നു സാർ അവിടുത്തെ പ്രശ്നം? അവിടുത്തെ കുറച്ച് SFI നേതാക്കൾക്കെതിരെ ആ പ്രിൻസിപ്പൽ നടപടി എടുത്തതായിരുന്നില്ലേ? ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും ഒരു സ്ത്രീക്ക് അവിടെ അല്ല, അത് പറയണത് ശരിയല്ല രോഹിണി. ഞാൻ MM മണി അല്ലല്ലോ, അതാണ് മനസ്സിലാക്കുക. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഈ ചർച്ച കാണുന്നുണ്ട്, അവരെന്നെ ശാസിക്കും. അപ്പോൾ ഈ രമ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പലിന് പറയാനുള്ളത് ആരെക്കുറിച്ചാണ് സാർ? ഇവിടെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ SFI വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചേർന്ന് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് വരെ പ്രശ്നമാക്കിയിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തതും പ്രശ്നങ്ങളും. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കസാല കത്തിച്ചത് ആരാണ് സാർ? സാർ ഇതൊന്നും എല്ലാ കാലത്തും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിൽ അഴിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാർ ഇതിന് ഇപ്പോൾ ഈ ഭരണം നടക്കുന്ന സമയത്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ട് ഈ വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഈ ഭരണ നേതൃത്വം തയ്യാറാവുന്നില്ല സാർ? അതിന് പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പ്രോത്സാഹനം, ഇത്തരത്തിലുള്ള പ്രോത്സാഹനജനകമായ വാക്കുകൾ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണോ സാർ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് ശരിയാണ്. അതായത് വോട്ട് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പോകുന്ന മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാക്കാൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കലാണോ സാർ ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല? പിന്നീട് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കൃത്യമായ പേപ്പറുകൾ, കാരണം കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് സാർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം. അത് മരിച്ചതല്ല, ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതാണ്. അപ്പോൾ ആ ഒരു കൊലപാതകത്തിൻ്റെ ഞാൻ ഉത്തരവിട്ടിട്ടുള്ളൊരു CBI അന്വേഷണത്തിൻ്റെ കൃത്യമായ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാതിരിക്കത്തക്ക തോതിൽ എന്ത് പ്രശ്നമാണ് സാർ ഈ ഇലക്ഷൻ അപ്പുറം ഈ മുഖ്യമന്ത്രിക്കുള്ളത്? അല്ലെങ്കിൽ അതിനൊരാളെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചുമതലപ്പെടുത്താൻ സാർ 36 37 പേഴ്സണൽ സ്റ്റാഫിനെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് അവിടെ തീറ്റിപ്പോറ്റുന്നില്ല സാർ? 2 വർഷം കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷൻ ലഭിക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടില്ലേ സാർ? ആ നിയമനിർമ്മാണം നടത്തിയിട്ട് ആ നിയമനിർമ്മാണത്തിനെതിരെ അങ്ങേയറ്റം ആക്ഷേപം ഉയർന്നിട്ടും ആ നിയമനിർമ്മാണം അതേപടി കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥന്റെ കേസിലെ ഇത്തരത്തിലൊരു CBI അന്വേഷണം കൃത്യമായിട്ട് നടക്കാൻ വേണ്ട പേപ്പറുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ചർച്ച ഇവിടെ നടത്തേണ്ടി വരുമായിരുന്നു സാർ. സാർ, ക്ഷമയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ട നിലയിലാണ് സാർ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് നീതിയും നിയമവും കൃത്യമായി നടപ്പിലാക്കപ്പെടുകയാണ് വേണ്ടത്. അതിനെ ഇത്തരത്തിൽ നമ്മുടെ കോടതികളെ സമീപിക്കുന്നവരെ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ ഇവിടെ ഒരു അച്ഛൻ്റെ രോദനത്തെ താങ്കൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ താങ്കൾക്ക് മാന്യമായി പറയാമായിരുന്നു. താങ്കളെ പോലെ തന്നെ ഞാൻ ഈ ചർച്ചയിൽ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി 6 7 ചർച്ചകളിൽ ജനം TV പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാ ഇടതുപക്ഷത്തിൻ്റെ താങ്കളെക്കാൾ തീവ്രമായി സംസാരിക്കുന്ന ഒരാളും താങ്കൾ സംസാരിച്ച പോലെ ഇത് ലാഘവമായി കണ്ട് സംസാരിച്ചിട്ടില്ല. ഇനി ഒരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല സാർ. ഇനി ഒരു സിദ്ധാർത്ഥന് വേണ്ടി വിലപിക്കുന്ന ഒരു അമ്മയും അച്ഛനും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലായിരിക്കണം ഇനി CPMന്റെ കീഴിലെ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തനം എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തയ്യാറാകണമെന്നാണ് രോഹിണി എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ ജയപ്രകാശ്, ഇവിടെ LDF പ്രതിനിധി താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ മരണത്തിന് ഇടയാക്കിയവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ലേ? അവരൊക്കെ ഇപ്പോഴും ജയിലിലല്ലേ? CBI അന്വേഷണം ആവശ്യപ്പെട്ടു, CBI അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ? ഈ 2 ചോദ്യങ്ങളിൽ ഒതുങ്ങുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ എവിടെയാണ് പറ്റിക്കപ്പെട്ടത്, ചതിക്കപ്പെട്ടത് എന്ന് തോന്നിയതും ഇതേ ചോദ്യങ്ങളിൽ, വാചകങ്ങളിലാണ്. കാരണം പൊതുസമൂഹത്തിന് മുൻപാകെ ഇവർ നീട്ടിയിടുന്നു ഇത് ഞങ്ങൾ ചെയ്തില്ലേ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള നന്മ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായി കുറ്റക്കാരെ പ്രതികളാക്കി പിടികൂടി അവർക്ക് തക്കതായ ശിക്ഷ നൽകണം, ഇതിന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരെ അവരെയൊക്കെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു മനസാക്ഷിയോ നന്മയോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ലേ താങ്കൾ ഇപ്പോഴും കരുതുന്നത്? അതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞാൻ ചതിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു എന്ന്? അത് ഉറപ്പാണല്ലോ, തീർച്ചയാണല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളെ കണ്ണിൽ പൊടിയിടണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ഷൻ വന്നപ്പോഴേ. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ, ഈ 10 40 അല്ലെങ്കിൽ 10 30 40 ക്രിമിനലുകൾ ഇത് ചെയ്തത്, അത്രയും ക്രിമിനൽ വേണ്ട, അത്രയും തീവ്രവാദി ഇവരെ പാർട്ടിയിൽ വേണ്ട, അങ്ങ് കൈയൊഴിഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇവരെ പാർട്ടിയുടെ
മുഖച്ഛായന അല്ലെങ്കിൽ പ്രതിച്ഛായന മാറുമായിരുന്നു. കുറ്റം ചെയ്തവർ വേണമെങ്കിൽ ശിക്ഷിച്ചോ അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ രക്ഷപ്പെടട്ടെ, അവർ വാദിച്ച് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ അങ്ങ് മാറി നിന്നാൽ മതിയായിരുന്നല്ലോ. അവരല്ലേ ചെളിക്കുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് നീതി കിട്ടില്ല, ഞാൻ ചതിക്കപ്പെട്ടു. ഞാൻ ഇപ്പോഴും പറയുന്നു ചതിക്കപ്പെട്ടു എന്ന്. പിന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞു റാഗിങ്ങിൻ്റെ, അതെനിക്കൊരു 2 വാക്ക് പറയട്ടെ. റാഗിങ് എന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോഴും റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്കറിയാം ഇപ്പോഴും റാഗിങ് നടക്കുന്നുണ്ടല്ലോ. ചെറിയ റാഗിങ് നടക്കും, അവർക്ക് അവിടെ നിന്ന് പാട്ട് പാടാൻ പറയുമായിരിക്കും, ഇത് പാട്ടാൻ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുമായിരിക്കും, വളരെ ലാഘവത്തോടെ പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവർ ഈ തീവ്രവാദി സംഘടന ഇപ്പോഴും അവർ റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്. എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ഈ നശിച്ച ഈ ഒരു സമ്പ്രദായം, റാഗിങ് എന്നൊരു സമ്പ്രദായം. പിന്നെ റാഗിങ്ങിലാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. അതല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റാഗിങ്ങിലല്ല, ഗൂഢാലോചനയാണ് കൊന്ന്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെയാണ് റാഗിങ്ങിൽ തന്നെയാണ് കൊന്നതെന്ന് ഞാൻ സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 8 മാസം വരെ ഇവന് നഗ്നനായിട്ട് മുട്ടിലെഴിഞ്ഞു വന്ന് സൈൻ ചെയ്തത് എവിടെ വെച്ചാണ് സൈൻ ചെയ്തത്? ആ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് അരുണിൻ്റെ അരുണിൻ്റെ റൂമാണ്, അരുൺകുമാറാണെന്ന് തോന്നുന്നു, യൂണിറ്റ് പ്രസിഡന്റ്. അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു SFIയുടെ ഒരു പ്രവർത്തകൻ്റെ റൂമിലല്ല അവൻ പോയിട്ട് സൈൻ ചെയ്തത്. അപ്പോൾ ആ റാഗിങ് ആണെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഓക്കെ, ഞാനും സമ്മതിക്കുന്നു റാഗിങ് ആണെന്ന്. ഇതാണോ അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റാഗിങ്? 8 മാസം വരെ ഒരു രാവിലെയും വൈകുന്നേരം ആ ഏറ്റവും വലിയ ഭാരവാഹിയായ SFIയുടെ ഏറ്റവും വലിയ ഭാരവാഹിയായ അവൻ്റെ റൂമിൽ പോയിട്ട് മുട്ടയിൽ എഴിഞ്ഞു പോയിട്ട് സൈൻ ചെയ്തിട്ട് നിന്നിട്ട് വൈകുന്നേരം പോയിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ ഇതാണോ നിങ്ങൾ പറയുന്നത് നല്ല റാഗിങ്? എന്നിട്ട് അവസാനം ഈ 3 ദിവസം കൊണ്ട് എല്ലാവരെയും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ വരെ ചവിട്ടി മതിച്ച് ഒരു മുറിവ് പോലും പുറത്ത് വരാത്ത രീതിയിൽ ചവിട്ടി മതിച്ച് അതിനെ ഒരു മാവോയിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ നക്സൽ എന്നുള്ള രീതിയിൽ നല്ല ട്രെയിനിങ് കിട്ടിയ രീതിയിൽ അവർ ചവിട്ടി മതിച്ച് കൊന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ റാഗിങ്ങിനാണെന്ന് ഞാനും സമ്മതിച്ചു. അപ്പോൾ ഇതാണോ നിങ്ങളുടെ റാഗിങ്? നിങ്ങളുടെ SFI റാഗിങ് ഇതാണോ? നിങ്ങൾ സമ്മതിച്ചല്ലോ റാഗിങ്ങിലാണ് ചെയ്തതെന്ന്. ഞാനും സമ്മതിക്കുന്നു. അപ്പോൾ ഇതാണോ നിങ്ങളുടെ റാഗിങ്? അപ്പോൾ നിങ്ങൾ സമ്മതിച്ചു ഈ റാഗിങ്ങാണ്. നിങ്ങളെ മുതിർന്ന നേതാവ് ഉൾപ്പെടെ അവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ വന്ന് തെളിവ് നശിപ്പിക്കാനും എല്ലാം വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ റാഗിങ് ഇത് തന്നെയാണ് റാഗിങ്. നിങ്ങളുടെ റാഗിങ് ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് ഇവിടുന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. ഫൈറ്റ് ചെയ്യേണ്ട വന്നത് നിങ്ങൾക്കെതിരെയല്ല, സർക്കാരിനെതിരെ വരെ ചെയ്യേണ്ടി വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും മൂടി വെച്ചു, അട്ടിമറിക്കപ്പെട്ടു, എല്ലാം സംഭവിച്ചു. അല്ലെങ്കിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡ് അവസാനം കൊടുത്തിട്ടുള്ള 3-4 പെൺകുട്ടികളുടെ പേരുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ല? നിങ്ങൾ പറയും നമ്മൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്തില്ല. അപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള പെൺകുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങളുടെ പോലീസ് അവർ അറസ്റ്റ് ചെയ്യില്ല? ആ സമയത്തൊന്നും CBIക്ക് ഇത് വിട്ടിട്ടില്ലല്ലോ. പിന്നെ അക്ഷയ് എന്ന് പറഞ്ഞത് അവ എക്സിക്യൂട്ടീവ് അംഗമോ, ആ SFIയുടെ എക്സിക്യൂട്ടീവ് അംഗമോ വേണമെങ്കിൽ താങ്കൾക്ക് തിരക്കി നോക്കാം. എക്സിക്യൂട്ടീവ് അംഗം ആയതുകൊണ്ട് അവൻ്റെ അച്ഛനും അവിടെ ഒരു ഇടുക്കിയിലെ വലിയ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് എമ്മയുടെ ചിറയിൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എമ്മണിയുടെ ചിറയിൽ ഇരിക്കുന്നത്, അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ നാരായണന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ മതി. നാരായണൻ്റെ ഭാര്യ വിനീത എന്ന് പറയുന്നത് ഇവിടെ ഫെഡറൽ ബാങ്കിലാണ്, അഖിലേന്ത്യാ യൂണിയൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റാഫ് യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ തിരക്കി നോക്കൂ. ഞാൻ പറയുന്ന ഒരു ആരോപണമല്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫ് യൂണിയൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അവരുടെ ഭാര്യ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവിനെ ഏത് അറ്റവും വരെ കൊണ്ട് സംരക്ഷിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഒരു കൂസലുമില്ലാതെ ഈ കൊടിയ പീഡനം നടന്ന് മരണപ്പെട്ടതിന് ശേഷവും പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡീനിന്റെ ചുമതല എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലുകളിൽ പോയി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കലല്ല, മറ്റു പല ജോലികളുമുണ്ട്. എന്തായാലും മരണവിവരം ഞങ്ങൾ യഥാസമയം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ധാർഷ്ട്യത്തോടു കൂടിയുള്ള ആ മറുപടി കേരള ജനത മുഴുവൻ കണ്ടതാണ്. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഒരു ന്യായീകരണവുമില്ല. കൊടിയ പീഡനം അനുഭവിച്ച് തന്നെയാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്. ആ കൊടിയ പീഡനത്തിന് ഇരയായവർക്ക് ഭരണം കയ്യിലുള്ള ധാർഷ്ട്യം തന്നെയായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് അവർ മുൻപോട്ട് പോയത്. തെളിവെടുപ്പിലടക്കം പോലീസിന്റെ മനോഭാവവും നമ്മൾ ഈ കാര്യത്തിലെല്ലാം കണ്ടതാണ്. എന്തായാലും
സിദ്ധാർത്ഥിന്റെ അച്ഛൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുഃഖം പങ്കുവയ്ക്കുകയുണ്ടായി. ഈ ദുഃഖത്തിനിടയിലും അദ്ദേഹം നിരന്തരം തന്റെ മകന്റെ കേസ് അന്വേഷണം എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് തന്നെയിരുന്നു. അങ്ങേയറ്റം തളർന്ന മനസ്സുമായിട്ടാണെങ്കിലും അദ്ദേഹം ധീരമായി തന്നെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമായി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മനഃപൂർവ്വമായി വരുത്തിവെച്ച ഈ വീഴ്ചയും കാലതാമസവും ഒക്കെ പൊതുജനങ്ങൾക്ക് മുൻപാകെ എത്തിക്കാനും സാധിച്ചത്. ഇനി ഈ ന്യായീകരണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഒരു കാര്യം മാത്രം ചോദിക്കുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല എങ്കിൽ, രാഷ്ട്രീയ സമ്മർദ്ദമില്ല എങ്കിൽ, ഇനിയെങ്കിലും കൃത്യമായി വരും വർഷങ്ങളിലെങ്കിലും ഒരു കുട്ടി പോലും SFIയുടെ ഗുണ്ടായിസത്തിൽ അകപ്പെട്ട് മരണപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ കഴിയുമോ? ജോണി, 100% അങ്ങനെ വരണം. നമ്മുടെ സമൂഹത്തിൽ SFI എന്നാലും ഏത് സംഘടന എന്നാലും ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത് ശരിയായ നടപടിയല്ല. അതൊരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. കാര്യം ഈ ഹദ്ദാസ് സാറ് പറയാനായിട്ട് ഞാൻ ലാഘവത്തോടെ പറഞ്ഞു, ഒന്നുമില്ല സാറേ, ലാഘവത്തോടെ ഒന്നുമില്ല. അത് എൻ്റെ ഒരു സംസാര രീതിയിൽ ലാഘവത്തോടെ സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇരിക്കുമ്പോഴത്തേക്ക് വളരെ രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ ഒരിക്കലും ഈ റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിള്ളേർ ചെയ്യുന്നത് ഈ റാഗിങ്ങാണ്. ഇങ്ങനത്തെ റാഗിങ് ഒന്നും പാടില്ല എന്നുള്ളത്. ഇത് റാഗിങ്ങിനാണോ അത് റാഗിങ് ഇപ്പോൾ പ്രൊഹിബിറ്റഡുമാണ്. അത് പാടില്ല എന്നുള്ള ഇതിലാണ്. അല്ല ഞാൻ അതിനൊരു അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമല്ല. അത് അങ്ങനെ വല്ല എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ഈ അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ അതൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജയപ്രകാശിൻ്റെ അടുത്ത് പറയുന്നത് ഈ കേസ് അട്ടിമറിക്കില്ല. ഈ കേസ് ഒരിക്കലും അങ്ങ് എന്താണോ നീതി നോക്കുന്നത് അതുപോലെ LDF സർക്കാർ ചെയ്തിരിക്കും. ഒരു സമയം അത് ഈ ഇലക്ഷൻ്റെ ബാധ്യതയല്ല, 100% അങ്ങനെ. അങ്ങ് പറഞ്ഞ പോലെ ഇനി ഒരു ക്യാമ്പസിൽ ഞാൻ പറയുന്ന കേൾക്കുന്നേ. അല്ല വക്കീൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ വാക്യത്തെന്ന് പറയുന്നത്? അല്ല LDFൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ എങ്ങനെ താങ്കൾ പറയുമ്പോൾ ഇത് പറ്റൂല അങ്ങനെ പറയുന്നു? ഒന്നുമില്ല. ഞാൻ ഇത് 100% പറയുന്നു. ഇനി ഒരു കുട്ടിക്കും ഇതുപോലത്തെ ഇതെങ്ങനെ നിങ്ങൾ ന്യായീകരിക്കുന്ന പറയുന്നത് എങ്ങനെയാണ്? എല്ലാം ന്യായീകരിക്കുന്ന ഒരു ഭരണത്തിലിരിക്കുന്ന പിന്നെ എങ്ങനെ നിങ്ങളത് പറയുന്നത്? അല്ല നിങ്ങൾ സിദ്ധാർത്ഥന്റെ പിതാവ് എന്താണോ വിചാരിക്കുന്നത് അത് LDF സർക്കാർ ചെയ്തിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു ദുരനുഭവം ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ LDF പ്രതിനിധി തന്നെ നമ്മളോട് പറയുന്നത്. ഷൈലാസ് ബാബു, താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? MK ഹരിദാസിലേക്ക് കൂടി പോകണം. ഒറ്റ കാര്യമുള്ളൂ രോഹിണി, LDFന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആ സ്മൂത്ത് റാഗിങ്ങിന്റെ വക്താവുണ്ടല്ലോ, ആ വ്യക്തി പറഞ്ഞെന്താണെന്നറിയാമോ? ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്ന്. ഈ പയ്യനെ കൊന്നതിന് ശേഷം അവിടെ നടത്തിയിട്ടുള്ള പോലീസിന്റെ നാടകങ്ങൾ എന്തായിരുന്നുവെന്ന് ഈ കേരളക്കര ചർച്ച ചെയ്തല്ലേ നിരവധി ദിവസങ്ങൾ, ഞങ്ങളടക്കം നിരവധി സമയം ചർച്ച ചെയ്തിട്ടുള്ളതാ. ആ പോലീസിന് നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായോ? അതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സർക്കാർ തയ്യാറായോ? ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഉള്ള കാര്യങ്ങൾ പോലും കൃത്യമായി എഴുതി വെക്കാൻ സാധിക്കാത്ത പോലീസും DYSPയും CIയും അതുപോലെ SIയും അതുപോലത്തെ മറ്റു പോലീസുകാർക്കും നേരെ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? അവിടുത്തെ ഡീൻ നടത്തിയിട്ടുള്ള ആ ഇല്ലാത്ത ദിവസം തുറന്നതും പരാതി മേടിച്ച ചരിത്രത്തിലൊക്കെ പോകണോ? അങ്ങനെയാണെങ്കിൽ ഡീനെതിരെ നടപടിയെടുത്തത് എന്താ? വെറുതെ ഈ സസ്പെൻഷനിൽ നിങ്ങൾ ഒതുക്കി നിർത്തുകയാണോ? അവിടെ അധ്യാപകർ ചെയ്ത നടപടി എന്താ? അവിടെ മറ്റു വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിഞ്ഞ് ആ വിദ്യാർത്ഥികൾക്ക് മറ്റു പങ്കുള്ള വ്യക്തികളുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തോ? അത് കഴിഞ്ഞു അച്ഛന്റെ വിഷമം, അച്ഛൻ CBI അന്വേഷണത്തിൽ എനിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന് ആഗ്രഹിച്ചു. ആ അച്ഛൻ നിങ്ങൾ എടുത്തു വന്നു, നിങ്ങൾ അച്ഛനെ മനോഹരമായി ചതിച്ചു,
മനോഹരമായി വഞ്ചിച്ചു, മനോഹരമായി പറ്റിച്ചു. ആ അച്ഛന്റെ ആവശ്യം എന്തായിരുന്നു? ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം. ആരൊക്കെയാണ് എൻ്റെ മകനെ വേട്ടയാടി കൊന്നതെന്ന് അച്ഛൻ എന്ന രീതിയിൽ എനിക്കറിയണം. ആ വേട്ടയാടി കൊന്നവന് നേരെ ഇവിടുത്തെ നിയമം വാളോങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്ന സമയത്ത് ഒരു നരാധമ ഹൃദയമുള്ളത് കൊണ്ടല്ലേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ആ അച്ഛനെ പറ്റിച്ചത്, അച്ഛനെ ചതിച്ചത്. എന്നിട്ട് ആ 3 ആൾക്ക് നേരെ നിങ്ങൾക്ക് ഒരു കേസ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ നടപടി. എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ വരുന്നു LDF-ന്റെ പ്രതിനിധി. നിങ്ങളുടെ സ്മൂത്ത് റാഗിംഗ് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉള്ളോടത്തോളം കാലം ഇവിടെ മഹാരാജ കോളേജ് അധ്യാപിക അതും ചർച്ച ചെയ്യാം നമുക്ക്. ശ്രീ ഹരിദാസ് നോക്കൂ, ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിച്ച ഒരു വികലാംഗനെ അടക്കം തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് ആ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ CBI അന്വേഷണം ത്വരിതഗതിയിൽ നടത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ പറ്റാതിരുന്നത് അങ്ങേയറ്റം വീഴ്ചയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവരെ തൻ്റെ പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനയുടെ ആളുകൾ നേരിട്ടപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രി തയ്യാറായപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടന നേതാക്കൾക്ക് അതൊരു പ്രചോദനമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ മേലിലെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലുള്ളവരും അല്പമെങ്കിലും സമചിത്തത പാലിക്കണമെന്നാണ് പറയാനുള്ളത്. അതെ, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ പ്രാഥമിക ഘട്ടം മുതലുള്ള അന്വേഷണത്തിന്റെ അലംഭാവം ആരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.